ഹലോ ഗൈസ്, നമസ്കാരം. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ ചെറിയൊരു അടി നടക്കുന്നു. ഓക്കെ, എല്ലാ വീടുകളിലും ഉണ്ടാവും, സ്വാഭാവികമാണ്. അടിയും പിടിയൊന്നും ഇല്ലാത്ത വീടുകളില്ലല്ലോ. അപ്പോൾ അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നിങ്ങളുടെ ചേട്ടൻ അനിയനും തമ്മിലോ, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സിസ്റ്റർ തമ്മിലോ, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വൈഫ് തമ്മിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദറും വീട്ടുകാരും തമ്മിലുള്ള നോർമലായിട്ടുള്ളൊരു അടി, സ്വാഭാവികമായിട്ടുള്ളൊരു അടി. അപ്പോൾ നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ, നിങ്ങളുടെ വീട്ടിലല്ല, നിങ്ങളുടെ നെയ്ബറായിട്ടുള്ള പ്രസിദ്ധനായ ഒരു ഗുണ്ട ഉണ്ട് അവിടെ. ഓക്കെ, ആ ഗുണ്ട എല്ലാവരും കയറി അടിക്കും. സംസാരമൊന്നും കുറവാണ്, അധികവും ആക്ഷനാണ്, അടിച്ച് ഒതുക്കാറാണ് പതിവ്. അപ്പോൾ ഈ ഗുണ്ട, നമുക്ക് അദ്ദേഹത്തെ ഗുണ്ട ശശി എന്നോ, ഗുണ്ട സാബു എന്നോ, ഗുണ്ട മൊയ്തീൻ എന്നോ, ഗുണ്ട മുസ്തഫ എന്നോ ഒന്ന് വിളിക്കാം. അപ്പോൾ ഈ ഗുണ്ട വന്നിട്ട് പറയുവാണ്, ഡേയ് എല്ലാത്തിനെയും ഞാൻ കൊന്ന് കുഴിച്ചു മൂടും, ഇവിടെ അടിയും പിടിയൊന്നും പാടില്ല, ഞാൻ ഒന്നും അനുവദിക്കില്ല, എനിക്കിഷ്ടമല്ല, ഈ നാട്ടിലെല്ലാവരെയും അടിക്കുന്നത് ഞാൻ മാത്രം, നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നമൊന്നും എനിക്കറിയണ്ട, ആരും തമ്മിലൊരു അടി പിടി ഞാൻ വിടത്തില്ല. മനസ്സിലായോ? ഇത് നിങ്ങൾ അംഗീകരിക്കുകയോ ഇല്ലയോ? ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈയൊരു ഗുണ്ട ബിനുവിൻ്റെ, ഗുണ്ട ശശിയുടെ, ഗുണ്ട മുസ്തഫയുടെ, അല്ലെങ്കിൽ ഗുണ്ട മൊയ്തീൻ്റെ ഈ ഒരു പ്രവൃത്തി, നിങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ടുള്ള അവൻ്റെ ഇടപെടൽ നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ? ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഞാൻ അംഗീകരിക്കില്ല, ഒബ്വിയസ്ലി ഞാൻ അംഗീകരിക്കില്ല. കാരണം എൻ്റെ വീട്ടിലെ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞു തീർക്കും. ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ പ്രോബ്ലംസ് അത് തീർക്കാൻ എൻ്റെ കുടുംബക്കാരെ ഞാൻ വിളിച്ചു വരുത്തും. അതും അല്ലെങ്കിൽ ഞാൻ നിയമസഹായം തേടും. ഞാൻ പോലീസിനെയോ പട്ടാളത്തെയോ വക്കീലിനെയോ എന്താ വേണ്ട വിളിച്ചിട്ട് അത് ഞാൻ സോൾവ് ആക്കും. പക്ഷേ ഗുണ്ട, അപ്പുറത്തെ വീട്ടിലെ ഗുണ്ടയെ ഞാൻ പരിപാടി കേൾപ്പിക്കത്തില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇത് മനസ്സിലാകാൻ വലിയ ഐസക് ന്യൂട്ടൻ്റെ ബുദ്ധിയൊന്നും വേണ്ട. അപ്പോൾ ഇത് തന്നെയാണ് സംഭവം, വേറെ വിഷയമൊന്നുമില്ല. ഈ സംഭവം മാത്രമാണ് വിഷയം. അതായത് ഇതാണ് ഇപ്പോൾ ലിറ്ററലി നടക്കുന്ന വിഷയം. എടോ, ഇറാനിലോ ഇറാഖിലോ മറ്റ് രാജ്യങ്ങളിലോ പല വിഷയങ്ങളുണ്ടാവും. അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും, ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ടാവും, ഇൻ്റർനാഷണലായ പ്രശ്നങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ആ പ്രശ്നങ്ങളിലൊന്നും ആരും അമേരിക്കയോ ഇസ്രായേലിനെയോ ക്ഷണിക്കുന്നില്ല അത് സോൾവ് ആക്കാൻ. അപ്പോൾ ഇവർ നിർബന്ധിച്ച് കടന്ന് വരികയാണ് പ്രോബ്ലംസ് തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇത് ജസ്റ്റ് ഒരു ആമുഖമായി പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, അമേരിക്ക വന്നു, ഇറാനെ ആക്രമിച്ചു, അവിടെയുള്ള മെയിൻ സുപ്രീം ലീഡറെ കൊന്നു. ഓക്കെ, സ്കൂൾ ആക്രമിക്കുന്നു, അവിടെ ആക്രമിക്കുന്നു, ഇവിടെ ബോംബിടുന്നു, മറ്റേതാക്കുന്നു, മറിച്ചതാക്കുന്നു, ഭയങ്കരമായ ആക്രമണം. ഓക്കെ, ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഇതിൽ. ഇറാന് നിങ്ങൾ കരുതിയ പോലെ ഒരു പരൽ മീനല്ല. ഇറാൻ ഈസ് നോട്ട് എ സ്മോൾ ഫിഷ്. ഇറാൻ്റെതായ സ്ട്രാറ്റജി ഉണ്ട്, ഇറാൻ്റെതായ ഐഡിയാസ് ഉണ്ട്. നമ്മൾ എല്ലാവരും ഇറാൻ ഫസ്റ്റ് ഒരു ഡയലോഗ് പറഞ്ഞത്, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഓൾഡ് സ്റ്റോക്കായിട്ടുള്ള സാധനങ്ങൾ, കമ്പിത്തിരിയും മത്താപ്പും ഇപ്പോൾ എറിയുന്നത് സാധനം കയ്യിലുണ്ട്, ഞങ്ങളെ ചൊറിയാൻ വരല്ലേ, കളിക്കല്ലേ എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അത് കേൾക്കാനോ അംഗീകരിക്കാനോ ആരും തയ്യാറായിരുന്നില്ല. സോ ഈ ഒരു വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110% എൻ്റെ ഒരു വിശകലനത്തിൽ ഇത് ഇസ്രായേലും അമേരിക്കയും മാത്രം വിളിച്ചു വരുത്തിയ ഒരു വിനാശകരമായ ഒരു യുദ്ധമാണ് ഇത്. ഈ യുദ്ധത്തിൽ നമുക്ക് ഇറാനെ കുറ്റം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചില പോളിസീസിനെ, അവരുടെ ചില യുദ്ധമുറകളെ നമുക്ക് കുറ്റം പറയേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ എക്സാമ്പിൾ മാത്രം ഓർമ്മിച്ചാൽ മതി. ഗുണ്ട നിങ്ങളെ വന്ന് ആക്രമിച്ചെങ്കിൽ നിങ്ങൾ ഗുണ്ടയെ ആക്രമിക്കണം. ഗുണ്ടയുടെ വീട്ടുകാരെയോ അല്ലെങ്കിൽ ഗുണ്ടയുടെ അയൽവക്കത്തുള്ള ആൾക്കാരെയോ അപ്പുറം ഇപ്പുറം കൊണ്ടുപോയി ഒന്നും ആക്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഇറാനെ ഒരു തരത്തിലും അടച്ച് ആക്ഷേപിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ പറയുന്നത് പോലെ അവരെ അടച്ചങ്ങ് ആക്ഷേപിക്കാൻ പറ്റില്ല. കാരണം പ്രതിരോധം എന്നുള്ളത്, എന്നെ ഒരാൾ ആക്രമിക്കുമ്പോൾ, നിങ്ങളൊരാൾ ആക്രമിക്കുമ്പോൾ അത് പ്രതിരോധിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്വയരക്ഷ തേടുക എന്നുള്ളത് ലോകത്തുള്ള ഏതൊരു ജീവനുള്ള വസ്തുവിൻ്റെയും അവകാശമാണ്. സോ ആസ് ഇറാൻ ഓൾസോ ഹാവ് ദ റൈറ്റ്സ് ടു ഡിഫെൻഡ് ദംസെൽസ്. അവരെ ഡിഫെൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ പരിപൂർണമായ ഇന്ന് വരെയുള്ള ആസ് ഓൺ ടുഡേ ഉള്ള വിശകലനത്തിലേക്ക് പോകാം. ഹൗ ടു ദ തിങ്സ് ടു ബി ഡിസ്ക്രൈബ്ഡ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇറാൻ ഈസ് നോട്ട് എ സ്മോൾ ഫിഷ്.
അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ ഇവരുടെ ഈ സഖ്യം ഇവർ വർഷങ്ങളായി അല്ലെങ്കിൽ കാലങ്ങളായി തുടർന്നു വരുന്നൊരു സമ്പ്രദായം, പാരമ്പര്യമായിട്ട് തുടർന്നു വരുന്നൊരു സമ്പ്രദായമാണ് എണ്ണയുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള എണ്ണയുള്ള രാജ്യങ്ങൾ ആക്രമിക്കുക, അവിടുത്തെ എണ്ണ കൈക്കലാക്കുക, അവിടുത്തെ ട്രേഡ് പരമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇവർ പിടിച്ചടക്കുക. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, അതിൽ വേറൊരു സൈഡ് നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ, പിന്നെ ഇവർക്ക് ഒതുങ്ങാത്ത സോക്കോൾഡ് അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന് അല്ലെങ്കിൽ ലോകത്തുള്ള വൻകിട മുതലാളിമാർക്ക് ഒതുങ്ങാത്ത അവരുടെ ആശയങ്ങൾക്ക്, അവരുടെ പോളിസികൾക്ക്, അവർ പറയുന്ന ബാങ്ക് മോണിറ്ററി പോളിസികൾക്ക്, പെട്രോ ഡോളർ സംവിധാനത്തിന് ഒതുങ്ങാത്ത രാജ്യങ്ങളെ അടിച്ചൊതുക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്ലാൻ ലിസ്റ്റിലുള്ളതാണ്. അവരുടെ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. അതുതന്നെയാണ് നമ്മൾ ലോകത്ത് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാഖിൻ്റെ വിഷയമായാലും, സദ്ദാം ഹുസൈൻ്റെ വിഷയത്തിലായാലും, ലിബിയയുടെ ഗദ്ദാഫിയുടെ വിഷയത്തിലായാലും, ഇപ്പോൾ അതിനുശേഷമുള്ള അഫ്ഗാൻ്റെ വിഷയത്തിലായാലും, അതിനുശേഷമുള്ള സിറിയയുടെ വിഷയത്തിലായാലും, അതിന് മുൻപോടിയായി ഇപ്പം കുറച്ചു മുമ്പേ നമ്മളുടെ വെനിസിലയുടെ വിഷയമായാലും, ഇവിടെയൊക്കെ ഈ ഓയിലുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഡോളർ റേറ്റിൽ, ഡോളർ വിനിമയ നിരത്തിൽ അവരുടെ ഓയിൽ വിൽക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നിടത്താണ് ആ ക്ലാഷ് സ്റ്റാർട്ടാവുന്നത്. അതായത് ഇതിനെങ്ങനെ വിശകലനം ചെയ്യണമെന്ന് വെച്ചാൽ 1970 മുന്നേ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോളർ ടു ഗോൾഡ് കൺസെപ്റ്റാണ്. ഡോളർ ലോകത്ത് ഏറ്റവും കൂടുതൽ വിനിമയം നടക്കുന്ന രീതിയിലേക്ക് ആക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ഐഡിയ അതിന് മുന്നേ ഗോൾഡായിരുന്നു. ഗോൾഡ് റിസർവ് വെച്ചിട്ട് ഡോളർ പ്രിൻ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഐഡിയ ആയിരുന്നു. അപ്പോൾ ഈ ഗോൾഡ് എന്ന് പറഞ്ഞ സാധനം ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സാണ്. അത് തീരും. ഓക്കെ, തീരുന്ന മാത്രമല്ല അതിൻ്റെ അവൈലബിലിറ്റി അത്രയും കുറഞ്ഞു വരുന്ന സാധനമാണ്. അപ്പോൾ ആ സമയത്ത് അമേരിക്കയിൽ ഡോളർ വാല്യൂ കുറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അമേരിക്കയുടെ നയതന്ത്രത്തൊക്കെ അവരുടെ ടീം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ 1970 സൗദിയായി ഒരു രഹസ്യ കരാർ, സൗദിയായിട്ടൊരു രഹസ്യ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു, ഒരു ബാന്ധവം ഉണ്ടാക്കുന്നു. ആ എഗ്രിമെൻറ്റിൻ്റെ ഒരു കോർ എന്ന് വെച്ചാൽ, ഒരു അന്തസത്ത എന്താണെന്ന് വെച്ചാൽ, അതായിരുന്നു ദ പെട്രോ ഡോളർ കൺസെപ്റ്റ്. അതായത് ലോകത്ത് അസമയത്തായിരുന്നു സൗദിയിൽ വളരെ വലിയ സ്കെയിലിൽ ഇതുണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ ക്രൂഡ് ഓയിൽ വരുന്നു പല ഭാഗത്തുനിന്നും. അപ്പോൾ ആ സമയത്ത് അമേരിക്ക സൗദിക്ക് കൊടുത്ത ഒരു ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ രാജ്യം മൊത്തം, നിങ്ങളുടെ രാജ്യത്തിൻ്റെ മൊത്തം സുരക്ഷ ഞാൻ ഏറ്റെടുക്കുന്നു, ഞാനെന്ന് അമേരിക്ക ഏറ്റെടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി യാതൊരു തരത്തിലും പേടി വേണ്ട, നിങ്ങളുടെ രാജ്യത്തിൻ്റെ പരിപൂർണമായ സുരക്ഷ ഞങ്ങൾ തരുന്നു. പക്ഷേ ഇൻ റിട്ടേൺ നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടത് നിങ്ങളുടെ ഓയിൽ, അത് ലോകത്തുള്ള ആർക്ക് കൊടുക്കുമ്പോഴും നിങ്ങൾ പറയണം യു ഹാവ് ടു ബൈ ഇറ്റ് ഇൻ ഡോളേഴ്സ്. അപ്പോൾ ഏത് രാജ്യം ആയിക്കോട്ടെ, അത് ഇന്ത്യ ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, അവർക്ക് ഓയിൽ വേണമെങ്കിൽ യു ഹാവ് ടു ടെൽ ദം വി വിൽ ഓൺലി ഗിവ് യു ഇഫ് യു പേ അസ് ഇൻ ഡോളേഴ്സിൽ പേയ്മെൻറ്റ് വേണം. അപ്പോൾ എനിക്ക് ഓയിൽ വാങ്ങണ ആദ്യം ഞാൻ പോയി എൻ്റെ കയ്യിലുള്ള രൂപ ഡോളറാക്കി മാറ്റണം. സോ ഡോളർ ഗെറ്റ്സ് ഡിമാൻഡ് ഇൻ ഹൈ, ഡോളറിൻ്റെ വാല്യൂ മേലോട്ടേക്ക് പോവുകയാണ്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പോൾ ഈ ഡോളർ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഹൈ. കാരണം ഓയിൽ ട്രേഡ് നടക്കണമെങ്കിൽ അത് ഡോളർ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ എന്നുള്ള ഐഡിയയിലേക്ക് ഇവർ കൊണ്ടുപോയി കാര്യങ്ങൾ. സോ ആ ഒരു പെട്രോ ഡോളർ കൺസെപ്റ്റിന് ശേഷം അന്ന് സൗദി ഇവർക്ക് ആ എഗ്രിമെൻറ്റിൽ പങ്കാളിയായതിനു ശേഷം പിന്നെ നമ്മൾ ലോകത്ത് കണ്ടിട്ടുള്ളത് മൊത്തം അമേരിക്കയുടെ ഓയിൽ എവിടെയുണ്ടോ, ക്രൂഡ് ഓയിൽ എവിടെയുണ്ടോ അവിടെ കഴുകന്മാരെ പോലെ പറന്നെത്തിയിട്ട് ആ രാജ്യത്തെയും രാജ്യത്തിൻ്റെ സമ്പ്രദായത്തെയും നശിപ്പിച്ച് ആ ഓയിലും ക്രൂഡ് ഓയിലും മൊത്തം കൈക്കലാക്കി കൊണ്ടുപോകുന്ന ഒരു ടെക്നിക്കാണ് കാണുന്നത്. അതിന് പലതരത്തിലുള്ള ഐഡിയ അവർ ഉപയോഗിക്കും. അവർ ഉപയോഗിച്ച ഏറ്റവും വലിയൊരു ഗുണ്ടയാണ്, അതിന് അവരുടെ ടീം വർക്കായിട്ട് നടത്തുന്ന ഒരു ടീമാണ് ഇസ്രായേൽ ഉപയോഗിച്ചത്. അതായത് അവരാദ്യം ഇവരെ വെച്ച് ഒന്ന് പ്രശ്നം ഉണ്ടാക്കിക്കും, പിന്നീട് അത് പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ ഡെഡ്ലി ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ടെന്നും അവരുടെ കയ്യിൽ ലോകം നശിക്കാനുള്ള സാധനങ്ങളുണ്ടെന്നും പറഞ്ഞിട്ട് അവരെ ടാർഗറ്റ് ചെയ്യും, അവരെ ബ്ലെയിം ചെയ്യും. പിന്നെ അവിടെ യുദ്ധം നടത്തുന്നു, പിന്നെ അവിടുത്തെ ഹെഡിനെ കൊല്ലുന്നു, പിന്നെ അവിടുത്തെ സാധനങ്ങൾ കട്ടുകൊണ്ടുപോകുന്നു. ഇറ്റ്സ് ലൈക്ക് ഒരു പ്രൊഫഷണൽ ടീം ഓഫ് കള്ളന്മാരെന്ന് പറയാം നമുക്ക്. അമേരിക്കയും അവരുടെ സിൽബന്തികളെയും ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറയുകയാണെങ്കിൽ എ കൈൻഡ് ഓഫ് പ്രൊഫഷണൽ കള്ളന്മാരെന്ന് പറയാം. കാരണം
ആദ്യം ടാർഗറ്റ് ചെയ്യും, സ്പോട്ട് ചെയ്യും, നിങ്ങളെ ബ്ലെയിം ചെയ്യും. നിങ്ങളെ ഇൻ്റർനാഷണൽ UN ഒരു കുറേ സംഘടനകളുണ്ട് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവരുടെ ഇത് വെച്ചിട്ട് അത് നിങ്ങളെ ബ്ലെയിം ചെയ്യും, ടാർഗറ്റ് ചെയ്യും, എന്നിട്ട് അടിക്കും. ഇങ്ങനെയാണ് എല്ലായിടത്തും ഉണ്ടായിട്ടുള്ളത്. വർഷങ്ങളായാലും എല്ലാ രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഉണ്ടായിട്ടുള്ളത് ആ ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഇറാനിലേക്ക് വരുവാണെങ്കിൽ, ഇറാനിൽ ആദ്യം സ്കൂൾ ആക്രമിക്കുന്നു, കുട്ടികളെ കൊല്ലുന്നു, കമനയെ കൊല്ലുന്നു, അവിടെ ബോംബിടുന്നു, ഇവിടെ ബോംബിടുന്നു, പരക്കെ ബോംബിടുന്നു. പക്ഷെ ഇവർ എന്തും പറ്റാ വന്നത് ഫസ്റ്റ് ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇവർ ഫസ്റ്റ് വന്നത് ഞങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് ലിബറേഷൻ കൊടുക്കുകയാണ്, അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, ഖമനേയി തൻ്റെ ഇസ്ലാമിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ കൊന്നൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് വന്നിട്ട് ഇവർ ചെയ്തത് ചെറിയ മക്കളെ 10-200 മക്കളെ കൊന്നുകൊണ്ടാണാടാ നീയൊക്കെ ലിബറേഷൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പേരാണോടാ നവോത്ഥാനം? ഇങ്ങനെയാണോടാ ഒരു രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കുന്നത്? എന്തൊരു പ്രഹസനമാണ് എൻ്റെ ട്രംപേട്ട, എന്തൊരു പ്രഹസനം ഇത്. അതായത് അതിലേക്ക് വരാം. അപ്പോൾ ഇവർ ബോംബ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഇറാൻ ഇവരെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ്സ് വെരി സ്ലോ, ബട്ട് ഇറ്റ്സ് വെരി കോർഡിനേറ്റഡ്, ഇറ്റ്സ് വെരി പാഷൻ. അവർ ചെയ്യുന്നത് ഓരോ മൂവ്മെൻറ്റ്. ഇവർ ഫസ്റ്റ് പറഞ്ഞു ഞങ്ങളുടെ കയ്യിലുള്ള ഓൾഡ് സ്റ്റോക്കാണ് ഞങ്ങൾ അടിക്കുന്നത്, ഇപ്പോഴും ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് യുദ്ധം നിർത്താം എന്ന് പറഞ്ഞു. നോ, ഒരാളും ചെവി കൊണ്ടില്ലെന്ന് മാത്രമല്ല, ഇറാൻ്റെ പല മേഖലകളിലും ഊർജ്ജ മേഖല അടക്കമുള്ള ക്രൂഡ് ഓയിൽ സംഭരണശാലകൾക്ക് പോലും അമേരിക്കയും ഇസ്രായേലും പല ഭാഗത്തുനിന്നും ആക്രമിച്ചു കൊണ്ടേ ഇരുന്നു. അപ്പോൾ ഇറാൻ ഇതിൽ ഉപയോഗിച്ചൊരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, ഇറാൻ ഇവിടെ അവരുടെ അമേരിക്ക വലിയ വലിയ മിസൈലും ഇതും കൊണ്ടേ ഇടുമ്പോൾ ഇറാന് ചെയ്തത് ചെറിയ ഡ്രോണുകൾ ഉണ്ടാക്കിയിട്ട്, ഈ ഡ്രോണുകളുടെ സംഭവം ഏറ്റവും രസകരമായിട്ടുള്ളത്, ഇവരുടെ ഷഹീദ് ഡ്രോൺ എന്ന് പറഞ്ഞ ഈ ഡ്രോൺ ഉണ്ടാക്കാൻ വരുന്നത് അറൗണ്ട് $29,000 ഇതിന് ചിലവ് വരുന്നുള്ളൂ. ഈ സാധനം ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ തകർക്കാൻ വേണ്ടി അമേരിക്ക ഉപയോഗിക്കുന്ന അവരുടെ റിസപ്റ്റേഴ്സ് താഡ് പോലുള്ള സാധനങ്ങൾ കൊണ്ട് അയൺ ഡോം ഇതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒരു ഇറാൻ്റെ ചെറിയ ഡ്രോണിനെ പൊട്ടിക്കണമെങ്കിൽ അമേരിക്കയുടെ ഏകദേശം $3 മില്യൺ ചിലവുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ അമേരിക്ക പരാജയപ്പെട്ട് കഴിഞ്ഞു. കോസ്റ്റ് എഫക്റ്റീവ് വാറിൽ തന്നെ അവർ പരാജയപ്പെട്ടു. അമേരിക്ക ഒരു മിസൈലിട്ടിട്ട് ഇപ്പുറത്ത് ഒരു 10 ആളെ കൊല്ലുമ്പോൾ ഇറാന് ഒരു അമ്പ് ചെയ്തിട്ട് 100 ആളെ കൊല്ലുന്നതെന്ന് പറഞ്ഞ പോലെയാണ്. അവിടെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് വാറിൽ അമേരിക്ക അവിടെ തന്നെ പരാജയപ്പെട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇതിലെ അമേരിക്കക്ക് ഒരു ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ, ഇവരെ കണക്ക് കൂട്ടലുകളൊക്കെ പാളിപ്പോയിട്ടുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ഇവരുടെ കയ്യിൽ, ഇറാൻ്റെ കയ്യിൽ ഇവർ വിചാരിച്ചിരിക്കുന്ന പോലെ 1-2 മിസൈലുകളൊന്നും മാത്രമല്ല, ഇതിൽ ഇസ്രായേൽ ഒറ്റക്കുമല്ല. അമേരിക്ക കഴിഞ്ഞ 10-25 വർഷങ്ങളോളമായി ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, അധിനിവേശങ്ങൾ, ഇതിനൊക്കെ എതിരെ റഷ്യയും ചൈനയും ഇറാനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവരെവിടെയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവരെന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് കൊറിയയുടെ അടുത്തുള്ള അത്രയും ഡിസാസ്റ്റർ ആയിട്ടുള്ള ഡെഡ്ലി ആയിട്ടുള്ള വെപ്പൺ ലോകത്ത് ആരും കയ്യിലില്ല. ഒരുപാട് ഹൈഡ്രജൻ ബോംബ് അടക്കമുള്ള ഒരുപാട് സാധനങ്ങൾ കിമ്മിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ കിമ്മിനെ ഒന്ന് നോക്കി പേടിപ്പിക്കാൻ പോലും ഈ പറഞ്ഞ അമേരിക്ക തയ്യാറാകില്ല. കാരണം എന്താ അറിയോ? കിമ്മ് പറയുന്ന ആളല്ല, കിമ്മ് ചെയ്യുന്ന ആളാണ്. അതുപോലെ കിമ്മിൻ്റെ അടുത്ത് ഒന്നുണ്ട് എന്ന് പറഞ്ഞാൽ 10 എണ്ണം കയ്യിൽ വെച്ചിട്ടാണ് ഒന്നുണ്ട് എന്ന് പറയുന്നത്. കിമ്മിൻ്റെ കയ്യിലുള്ള ഇൻ്റർനാഷണൽ ബാലിസ്റ്റിക് മിസൈൽ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള നോർമൽ ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിലേക്ക് പോകുന്ന 2000 കിലോമീറ്റർ പരിധിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഹെഡായിട്ടുള്ള കിമ്മണ്ണൻ്റെ കയ്യിൽ കൺട്രി ടു കൺട്രി, അതായത് നമ്മളെ കോണ്ടിനെൻറ്റ് ടു കോണ്ടിനെൻറ്റ് അത്രയും ദൂരം പോകാവുന്ന ഇൻ്റർനാഷണൽ ബാലിസ്റ്റിക് സാധനങ്ങളൊക്കെ കയ്യിലുള്ള ആളാണ് കിമ്മ്. അപ്പോൾ ഈ നോർത്ത് കൊറിയ ഇറാനെ പല രീതിയിലും സഹായിക്കുന്നുണ്ട്, ടെക്നോളജിക്കലി. അതുപോലെ ഈ മിസൈൽ ടെക്നോളജി സയൻറ്റിസ്റ്റുകളെ കൈമാറിയിട്ടൊക്കെ നോർത്ത് കൊറിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റഷ്യയും ചൈനയും പല രീതിയിൽ, ഏതൊക്കെ രീതിയിൽ സഹകരിക്കാമോ ആ രീതിയിലൊക്കെ ഇവർ ഇറാനെ എല്ലാ തരത്തിലും ഫണ്ടിങ് രീതിയിലായാലും ടെക്നോളജിക്കൽ രീതിയിലായാലും നയതന്ത്രപരമായിട്ടായാലും ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ വാർ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ പുറമേ കാണുമ്പോൾ അമേരിക്ക ഇസ്രായേൽ ടു ഇറാൻ എന്നാണെങ്കിലും ഇറാൻ പ്ലസ് റഷ്യ പ്ലസ് ചൈന പ്ലസ് നോർത്ത് കൊറിയ ഇൻടു ഇവരെന്ന് പറയേണ്ടി വരും നമ്മൾ. മറ്റുള്ള ആൾക്കാർ അവരൊന്നും ഡയറക്റ്റ് സ്ക്രീനിലേക്ക് ഇറങ്ങി വന്ന് കളിക്കാനായിട്ടാണ്. കാരണം
അതിൻ്റെ ആവശ്യം അവർക്ക് വരുന്നുള്ളൂ ഈ ഒരു സ്റ്റേജിൽ. ഈ ഒരു വാറിന് ഡെവലപ്മെൻറ്റിലേക്ക് പോകുമ്പോൾ മാത്രമേ അവരിറങ്ങേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മളീ പറഞ്ഞ ഇറാനിനെ ഇവർ പറഞ്ഞല്ലോ, ഇറാനൊരു സ്മോൾ ഫിഷ് എല്ലാം ഞാൻ വീണ്ടും പറയാനുള്ള കാരണം ഇറാൻ്റെ കയ്യിലുള്ള കുറച്ച് മിസൈലുകളുടെ ഒരു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇറാൻ ഇതുവരെ യൂസ് ചെയ്യാത്ത സാധനങ്ങളുണ്ട്. ഫത്ത 1 and 2 ഹൈപ്പർസോണിക് സാധനമാണ്. ഹൈപ്പർ ഖെബാർ അല്ലെങ്കിൽ കൊറം സൊഹാർ 4 അല്ലെങ്കിൽ ഖെബാർ എന്ന് പറയുന്ന സാധനമുണ്ട്. സിജിൽ ഇമാദ്, ഗദർ 110, ഫത 110, ഫത 313, കിയാം 1, സൊൽഫഗർ ബാലിസ്റ്റിക്, ഓക്കെ, സോമർ, ഹൊവൈസ, പവാഹ എന്ന് പറഞ്ഞിട്ടുള്ള ബാലിസ്റ്റിക്കുകൾ. അപ്പോൾ ഇവരെ കയ്യിൽ ഇവർ ഉപയോഗിക്കാത്ത ഒരുപാട് ഐറ്റംസ് കയ്യിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ശരിക്കും പറയാൻ വെച്ചാൽ ഇറാൻ വളരെ സമാധാനപ്രിയമായ രാജ്യമെന്ന് പറയേണ്ടി വരും. കാരണം എന്താ അറിയോ, അവരുടെ ഏറ്റവും സുപ്രീമായിട്ടുള്ള ലീഡറെ ഇവർ ഫസ്റ്റ് തന്നെ തട്ടി. ഒരു സ്കൂളിൽ കൊണ്ടുപോയി ബോംബിട്ടിട്ട്, ഈ അമേരിക്ക ബോംബിട്ടിട്ട് 10-20 കുട്ടികൾ മരിച്ചു. എന്നിട്ട് പോലും ഇവർ ഈ പറയുന്ന പോലെ ഇത്രയും ഡെഡ്ലി ആയിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇറാൻ ഒറ്റയടിക്ക് അതൊന്നും കൊണ്ടുപോയിട്ട് ലോകം നശിപ്പിക്കുന്നില്ല. അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുകയാണ്. യുദ്ധം ഇന്ന് തീരുമോ, നാളെ തീരുമോ, അല്ലെങ്കിൽ നമ്മളിതിൽ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് വെച്ചിട്ട് സ്ലോ റിയാക്ഷനാണ് ഇറാൻ കൊടുക്കുന്നത്. ശരിക്കും പറയാൻ വെച്ചാൽ വളരെ സ്ലോ. മറ്റവർ ഇങ്ങോട്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ വളരെ സ്ലോ റിയാക്ഷനാണ് ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ട്രേഡ് പരമായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പിന്നെ ഇവർ ഹാം ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റിയിലെ കാര്യങ്ങളൊക്കെയാണ്. ട്രേഡ് റിലേറ്റഡ് ആയിട്ട് ഈ വാറിന് എങ്ങനെയൊക്കെ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡേ ഇറാൻ വാറിൽ പറഞ്ഞിരുന്നു, ഞങ്ങൾ വി വിൽ ഡിസ്ട്രോയ് ദ മാർക്കറ്റ് ഇഫ് ദിസ് വാർ ഈസ് പെർസിസ്റ്റിംഗ്. ഈ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ മാർക്കറ്റ് കുളമാക്കി കൈമത്തരുന്ന ഇറാൻ ഫസ്റ്റ് തന്നെ പറയുകയും ചെയ്തു. അവരത് തന്നെ പ്രവർത്തിച്ചത്. അവരുടെ കയ്യിൽ ഏറ്റവും വലിയ വജ്രായുധമായിട്ട് അവരുടെ കടൽ തന്നെ ഉണ്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇറാൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ദ ജിയോഗ്രഫി. ലോകത്ത് എവിടെയൊക്കെ ഇപ്പോൾ യുദ്ധങ്ങളുണ്ടോ അവിടെയൊക്കെ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജിയോഗ്രഫിയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്രയും സുരക്ഷിതമായിട്ട് നിൽക്കുന്നത്? കാരണം അവരങ്ങ് കടലുകൾക്കപ്പുറം സുരക്ഷിതമായി ദൂരെയുള്ള ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനാണ് ഉള്ളത്. അവിടെ ചെന്ന് അവർ ആക്രമിക്കണമെങ്കിൽ കുറച്ച് ചിലവ് പാടുള്ള പരിപാടിയാണ് അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഇറാനെ നിങ്ങളീ പറഞ്ഞ പോലെ 1-2 അമേരിക്ക മറ്റേ ഭ്രാന്തൻ ട്രംപ് പറഞ്ഞ പോലെ ഒരാഴ്ച കൊണ്ട് ഞാൻ കലക്കി തെളിച്ച് കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് കാലിത്തൊയ്ത്തൊന്നല്ല ചേട്ടാ. വലിയൊരു രാജ്യമാണ്. അത്രയും ജനങ്ങൾ അധിവസിക്കുന്ന, അത്രയും സ്ട്രാറ്റജിക്കലി അവർ പോയിന്റ് ചെയ്തിട്ടുള്ള, സ്വന്തം സുപ്രീം ലീഡർ മരിച്ചതിന് ശേഷം സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ ടെക്നോളജിയിലൂടെ രാജ്യത്തെ അവർ തന്നെ വിഭജിച്ച് വിവിധ ഗവർണറേറ്റുകളാക്കിക്കൊണ്ട് ഓരോ ഗവർണറേറ്റിനും കമാൻഡർ ഇൻ ചീഫിനെ വെച്ചുകൊണ്ട് സ്ട്രാറ്റജിക്കലി അവർ നടത്തുന്ന യുദ്ധമുറയാണത്. അവിടെ നിങ്ങൾ പോരാടുന്നത് ഒരു ഇറാനോടല്ല. ഇറാൻ്റെ നേതാവ് ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ പോരാടിയത് ഒരൊറ്റ ഇറാനോടായിരുന്നു. നേതാവില്ലാതെ നിങ്ങൾ പോരാടുന്നത് 30-35 ഇറാനോടാണ്. ചെറിയ ഇറാനായിട്ട് അവർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ട്രേഡ് റിസൾട്ട്സ് ഓഫ് ദ വാറിൻ്റെ ബിസിനസ് സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇറാൻ അവരുടെ ഹൊർമൂസ് കനാൽ അല്ലെങ്കിൽ ഹൊർമൂസ് ബൈപ്പാസ് അങ്ങ് ബ്ലോക്ക് ചെയ്യാന്ന് വെച്ചാൽ കടലാണ്, കല്ലിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അവർ 2 ഭാഗത്തും പീരങ്കികൾ വെച്ചിട്ട് ആരാ പോകുന്ന അവരെ ടപ്പ് അടിക്കും. അതാണ് ഹൊർമൂസിലെ അടി നടക്കുന്നത്. അതായത് ഹൊർമൂസിൻ്റെ ഇപ്പുറത്തുനിന്ന് ദ പെർഷ്യൻ ഗൾഫ് ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ വേൾഡ് ഡിഫറെൻറ്റ് ഭാഗത്തേക്ക് പോകുന്ന ചാനലുകൾ, നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലേക്കും അങ്ങോട്ടേക്കൊക്കെ പോകുന്ന ചാനലുകൾ. ഈ മിഡിലുള്ള സ്ഥലം ഒരു കേർവ് ആയിട്ടുള്ള പോയിന്റിലാണ് ഇറാൻ്റെ ഭാഗത്ത് കിടക്കുന്നത്. അപ്പോൾ ഇറാൻ അതങ്ങ് ബ്ലോക്ക് ചെയ്തു. നോർമലി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏഷ്യൻ രാജ്യങ്ങളിൽ, ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, റഷ്യ ഇവിടെയൊക്കെ രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ ക്രൂഡ് ഓയിൽ പോകുന്ന മെയിൻ ഒരു 60-80% ക്രൂഡ് ഓയിൽ പാസ് ചെയ്യുന്ന ഏരിയയാണ്. നോർമലി ഇത് നിന്ന് കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിൻ്റെ വരവ് നിൽക്കും, ഗ്യാസ് അതുപോലെ സാധനങ്ങളുടെ വരവ് നിൽക്കും. അപ്പോൾ എന്തായി? വിലക്കയറ്റം. ക്രൂഡ് ഓയിലിൻ്റെ വില കൂടും, പെട്രോളിന് വില കൂടും, ഡീസലിന് വില കൂടും, അതോടനുബന്ധിച്ച് കിട്ടുന്ന സാധനങ്ങൾക്ക് വില കൂടും. അതായത് നമ്മുടെ ചുരുക്കി പറയാൻ വെച്ചാൽ ഉള്ളി, തക്കാളി, പച്ചമുളക്, അരി എല്ലാ സാധനങ്ങൾക്കും വില കയറ്റം. സോ ഹൂ ഈസ് ഗോയിങ് ടു സഫർ? നേതാക്കളാണോ? ഈ പറഞ്ഞ അടിയുണ്ടാക്കിയ ട്രംപാണോ? ഈ പറഞ്ഞ നെതന്യാഹു ആണോ?
നമ്മുടെ നേതാക്കളാണോ? നോ, കോമൺ പീപ്പിൾ, സാധാരണക്കാർ. എല്ലാ യുദ്ധം പോലെ തന്നെ സാധാരണക്കാരൻ അവൻ്റെ പ്രാരാബ്ദങ്ങളുടെ കൂടെ ഈ ഒരു പ്രാരാബ്ദം കൂടി അവൻ്റെ ബാധ്യതയായിട്ട് മാറും. പിന്നെ ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയൊരു ബിസിനസ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം യുദ്ധം തുടങ്ങിയപ്പം തന്നെ ഡോളർ സ്പൈക്ഡ്. ഡോളറിൻ്റെ വാല്യൂ കൂടി റെക്കോർഡ് നിലവാരത്തിലേക്ക് രൂപയുടെ മൂല്യം ഇടിയുകയും ഡോളറിൻ്റെ മൂല്യം കൂടുകയും ചെയ്തു. ഇതാണ് യുദ്ധം ഉണ്ടാക്കിയ ആൾക്കാർ ആഗ്രഹിച്ചത്. അത് തന്നെ നടക്കുകയും ചെയ്തു. പെട്രോളിൻ്റെ വില കൂടി, ഗ്യാസിൻ്റെ വില കൂടി, കൊമോഡിറ്റീസ് കൂടി, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു. ഇത് ഞാൻ പറഞ്ഞ ഈ വാറിൻ്റെ ഏറ്റവും വലിയ ഉപജ്ഞാതാക്കൾ, വാറിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പം എൻട്രി ചെയ്ത് ഇപ്പം പർച്ചേസ്, ഇപ്പം ബൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതായത് മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബൈയിങ്ങിലേക്ക് പോകണം. അതായത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പോയി വില കുറവിൽ സാധനങ്ങൾ മേടിച്ച് മാർക്കറ്റിൽ സ്റ്റോക്കുകൾ മേടിച്ച് ഒരു വർഷത്തേക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈ പ്രോഫിറ്റിൽ അവർക്ക് വിൽക്കാം. പിന്നെ ഇതിൽ നമ്മുടെ ആൾക്കാർ കുറച്ച് പറയും, ഇനി